ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ ശ്രീനാരായണൻ എന്ന പേരിന് തികച്ചും യോഗ്യനായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിയുകയുണ്ടായി. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ക്ഷേത്ര നിർമ്മാണം. നമുക്കൊരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കും, അല്ലേ? നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് ജോത്സ്യനെ വിളിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ഈ സ്ഥലം നല്ലതാണോ. അത് കഴിഞ്ഞ് കല്ല് ഇടാനുള്ള സമയം നോക്കും. പിന്നെ അങ്ങോട്ട് സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെ ഒരു ഓട്ടമാണ്. കാരണം ഒരു 10-20 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റാണ്. ഈ പൈസ ഉണ്ടാക്കണ്ടേ? അവർ എല്ലാ വഴിപാടുകളൊക്കെ സംഘടിപ്പിച്ച് വീടാന്തരം കയറി ഇറങ്ങി ഒരു 10-25 ലക്ഷത്തിന് ക്ഷേത്രം പണിതു. പിന്നെ നമ്മളൊരു 10-20 വർഷത്തേക്ക് ഇതിൻ്റെ കടത്തിലാണ്, അല്ലേ? നമ്മുടെ സെക്രട്ടറിക്കും പ്രസിഡൻറ്റൊന്നും ഉറക്കില്ല. കാരണം മേടിച്ച കാശ് കൊടുത്ത് തീർക്കണ്ടേ? അതിനുവേണ്ടി ഓടുന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ക്ഷേത്ര നിർമ്മാണം, ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ, അല്ലേ? എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയോ, ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം 3 സ്ഥാപനങ്ങളെ നിർമ്മിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 പ്രതിഷ്ഠകൾ നടത്തിയുള്ളൂ. ഏതൊക്കെയാണെന്നറിയാവോ? 1 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ, 2 ശാരദാമഠത്തിലെ ശാരദാംബ, 3 ആലുവ അദ്വൈതാശ്രമം. ഇത് ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ബാക്കി എല്ലാ പ്രതിഷ്ഠകളും ഭക്തന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം ഭഗവാൻ ചെയ്തു കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥാപനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ മുഖ്യ പ്രാധാന്യമുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ എത്തുന്ന സമയത്ത് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ശങ്കരൻ കുഴി എന്നാണ്. ആ ശങ്കരൻ കുഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അതിഭീകരമായ ഒരു വനമായിരുന്നു. ആ വനത്തിൽ ക്രൂരമൃഗങ്ങൾ നിറഞ്ഞിരുന്നു. നരി, കടുവ, പുലി, കാട്ടുപന്നി, അങ്ങനെ പാമ്പ്, കീരി, ഇങ്ങനെയുള്ള ജീവികളൊക്കെ സ്വൈര്യവിഹാരം ചെയ്തിരുന്ന ഒരു സ്ഥലമാണത്. പകൽ സമയത്ത് പോലും ആളുകൾ അതുവഴി സഞ്ചരിക്കുവാൻ പേടിച്ചിരുന്നു. കാരണം അവിടെ കൊള്ളക്കാരുണ്ട്. അതുവഴി നടന്നു പോകുന്ന ആളുകളെ വധിച്ച് അവരുടെ കൈവശമുള്ളതെല്ലാം സ്വീകരിച്ചിട്ട് അവരുടെ മൃതശരീരം ഈ കാട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കാട്ടിലെ ക്രൂരമൃഗങ്ങൾ, നരിയും കടുവയും ഒക്കെ ഇത് തിന്ന് ജീവിക്കും. അതുകൂടാതെ ആ കാലഘട്ടത്തിലെ രാജഭരണ കാലഘട്ടത്തിൽ ആരെയെങ്കിലും രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അവരുടെ മൃതശരീരം വലിച്ചെറിഞ്ഞിരുന്നത് ഈ കാട്ടിലേക്കാണ്. ആ കാട്ടിലെ നരിയും പുലിയും ഒക്കെ അത് തിന്ന് വളർന്നിരുന്നു. അവിടെ നെയ്യാറ് കുത്തിയൊഴിച്ചൊഴുകിക്കൊണ്ടിരുന്നു. അവിടെ ഒരു അഗാധ ഗർത്തമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ചെല്ലുമ്പോഴുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നറിഞ്ഞ ഭഗവാന്റെ ബന്ധുക്കൾ ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു, നാണു, അങ്ങോട്ട് പോകരുത്, അവിടെ ക്രൂരമൃഗങ്ങളുണ്ട്, കൊള്ളക്കാരുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, രോഗി ഉള്ളിടത്തല്ലേ ചികിത്സ വേണ്ടതെന്നാണ്. രോഗമുള്ളിടത്താണ് ചികിത്സ വേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു യുവ സന്യാസി കയ്യിലൊരു ഈർക്കിലിക്കമ്പ് പോലുമില്ലാതെ സുസ്മേരവദനായി ആ കൊടുങ്കാട്ടിലേക്ക് കയറി ചെന്നത് പിന്നീടെല്ലാം ചരിത്രമാണ്, നമ്മൾ കണ്ടിട്ടില്ലേ. ശേഷമാണ് ലോകമറിയുന്ന ആ പുണ്യക്ഷേത്രം അവിടെ ഉദിച്ചുയരുന്നത്. എങ്ങനെയാണ് ക്ഷേത്രമുണ്ടായത്? ശ്രീനാരായണ ഗുരുദേവൻ ഒരു വൈകുന്നേര സമയത്ത് ഭഗവാന്റെ ബന്ധുകൂടിയായ പുലിവാതിക്കൽ വേലായുധൻ വൈദ്യരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം എവിടെയോ പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, വേലായുധൻ എവിടെ പോകുന്നു? ഞാനിവിടെ അടുത്തുള്ള ആങ്കോട്ട് ശിവക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുവാൻ പോവുകയാണ്, നാമും വന്നോട്ടെ, വരൂ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനും ഈ വേലായുധനും കൂടി ആങ്കോട്ട് ശിവക്ഷേത്രത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴോ തീണ്ടപ്പാട് അകലെ നിന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുള്ളൂ. അങ്ങ് അകലെ മാറി നിന്നുകൊണ്ട് ശ്രീകോവിലിനെ നോക്കി പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു തിരുമേനി കയ്യിൽ എന്തൊക്കെയോ പ്രസാദവുമായി കടന്നു വരുന്നു. ദൂരെയുള്ള ആളുകൾ അവിടെയുള്ള കല്ലിൻ്റെ പുറത്ത് തങ്ങളുടെ ദക്ഷിണ വെക്കുമ്പോൾ കയ്യിലിരുന്ന പ്രസാദം ഈ തിരുമേനി എറിഞ്ഞു കൊടുക്കുകയാണ്. തോളിൽ കിടന്ന് തുകർത്തുപയോഗിച്ച് ഒരു ഗോൾ കീപ്പറുടെ ലാഘവത്തോടു കൂടി ഈ വേലായുധൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രസാദം വാങ്ങിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആ കോവിലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ കോവിലിൻ്റെ മുന്നിലൂടെ ഒരു കൊടിച്ചിപ്പട്ടി നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു, ഒരു ഉത്കൃഷ്ട ജന്മമായ മനുഷ്യന് കടന്നു ചെല്ലുവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്നു. എന്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ആരാധനാലയങ്ങൾ ഉണ്ടാക്കിക്കൂടാ എന്ന് ഭഗവാൻ ആത്മകഥം ചെയ്യുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ വേലായുധൻ വൈദ്യനോട് ഭഗവാൻ ചോദിച്ചു, വേലായുധ, നമുക്കും ഒരു ക്ഷേത്രം വേണ്ടേ?
അപ്പോൾ വേലായുധൻ പറഞ്ഞു, വളരെ സന്തോഷം ഭഗവാനെ, അതിനൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വരുന്ന ശിവരാത്രിയിൽ നമ്മുടെ ആളുകളോട് അരുവിപ്പുറത്ത് എത്തിച്ചേരുവാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവരാത്രി നാളെത്തി. ആളുകൾ അവിടെ വരുമ്പോൾ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. കുറച്ച് കൊടി തോരണങ്ങളൊക്കെ ഉണ്ട്, അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പാറപ്പുറത്ത് കുറച്ച് തോരണം വലിച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു കുഴി കാണുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ധ്യാന നിമഗ്നനായി അവിടെയുള്ള മഠത്തിലിരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അവരെല്ലാവരും കൂടെ അവിടെ കൂടിയിരുന്നുകൊണ്ട് നമശിവായ 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 മന്ത്രം ചൊല്ലി നാദസ്വര മേളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 12:30 സമയമായപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിൽ നിന്നുണർന്ന് പതിയെ അടുത്തുള്ള ശങ്കരൻ കുഴിയിലാക്കി നടക്കുകയാണ്. ഇന്ന് കാണുന്ന ശങ്കരൻ കുഴി ആയിരുന്നില്ല അന്ന്. അവിടെ ആ ചുഴിയിൽപ്പെട്ടത് അകത്തേക്ക് പോകുന്ന ഒന്നിനും തന്നെ തിരിച്ചടക്കുവാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ നിന്ന് പതിയെ ശങ്കരൻ കുഴിയിലാക്കി പോകുന്നു. പെട്ടെന്ന് ഭഗവാൻ ശങ്കരൻ കുഴിയിലേക്ക് എടുത്ത് ചാടി ഇറങ്ങിപ്പോകുന്നു. ആളുകൾ ചുറ്റും കൂടി എന്ന് നമശിവായ മന്ത്രം ചൊല്ലുന്നുണ്ട്. നമശിവായ നമശിവായ നമശിവായ. മിനിറ്റുകൾ സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി. ഏകദേശം 3-3.5 മണിക്കൂറായപ്പോഴാണ് ഭഗവാനെ കാണാനില്ല. എല്ലാവരും വളരെ വിഷമിച്ച് നമശിവായ മന്ത്രം കരച്ചിലിലേക്ക് വഴിമാറുന്ന സമയത്ത് തൻ്റെ നെഞ്ചിൽ അടുക്കി പിടിച്ച ഒരു ശിവവിഗ്രഹവുമായി, ശിവലിംഗവുമായി ഭഗവാൻ കടന്നു വരികയാണ്. നമശിവായ മന്ത്രങ്ങൾ നിലവിളിക്ക് വഴിമാറുന്ന സമയത്ത് തൻ്റെ നെഞ്ചോട് അടുക്കി പിടിച്ച ഒരു സമ്പൂർണ്ണ ശിവലിംഗവുമായി ശ്രീനാരായണ ഗുരുദേവൻ ഉയർന്നു വരികയാണ്. ആ കാഴ്ച കണ്ടിട്ട് ശിവലിംഗദാസ സ്വാമികൾ പറയുന്നുണ്ട്, 1000 സൂര്യചന്ദ്രന്മാർ ഉദിച്ചു വരുന്നത് പോലെ ഭഗവാന്റെ മുഖം ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഒരിക്കൽ അങ്ങോട്ട് നോക്കുന്നവർക്ക് പിന്നീട് കാഴ്ച കാണുവാൻ പറ്റാത്ത തരത്തിലുള്ള വെളിച്ചമാണ് ഭഗവാനിൽ നിന്ന് പ്രസരിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പൊങ്ങി വന്ന ഭഗവാൻ ഈ പാറയുടെ അടുത്തേക്ക് വന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശിവലിംഗം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഉയർത്തിപ്പിടിച്ചു. ആ സമയത്ത് ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. തൻ്റെ കണ്ണുകൾ കൊണ്ട് ഭഗവാൻ ഈ വിഗ്രഹത്തെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു 3-3:30 സമയമാകുന്ന സമയത്ത് അതിശക്തമായ ഒരു പ്രകാശമുണ്ടാവുകയും ആ സമയത്ത് ഈ പാറയെ മറ്റൊരു പാറയിലേക്ക് ഉറപ്പിക്കുകയും ചെയ്ത ആ ചരിത്ര മുഹൂർത്തം ഇന്നും ഒരിളക്കവും തട്ടാതെ ആ ശിവലിംഗം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടത് അതുപോലെയുള്ള ഉറച്ച വിശ്വാസമുണ്ട്. തൻ്റെ വിശ്വാസികൾ ആരെല്ലാം ഭഗവാന്റെ അടുത്ത് ചെന്ന് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആ വിശ്വാസം കാണിച്ചു കൊടുക്കേണ്ടത്, ആ നല്ല വിശ്വാസം നമുക്കുണ്ടാകേണ്ടത് മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുവാനുള്ള വഴി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കൊടുങ്കാട്ടിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ കടന്നു ചെന്ന കാഴ്ചയെക്കുറിച്ചാണ് പിന്നീട് കുമാരനാശാൻ നമുക്ക് എഴുതി തന്ന പ്രാർത്ഥനയിൽ പറയുന്നു, മഹാവനം മലർവാടിയാക മുള്ളക്കയും നന്മുകുളങ്ങളാക മഹേശ നിൻ. അദ്ദേഹം ഭഗവാൻ അങ്ങോട്ട് കടന്നു വന്നതോടുകൂടി ഈ മഹാവനം മുഴുവനും എന്തായി മാറി? മലർവാടിയായിട്ട് മാറി. ആ ക്രൂര മൃഗങ്ങളെല്ലാം എന്തായി മാറി? ദേവഗായകരായി മാറിയെന്ന് കുമാരനാശൻ എഴുതി വെക്കുന്നത് ഈ സംഭവത്തോടു കൂടിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു തന്ന ആ പ്രതിഷ്ഠയും ഇന്ന് നടക്കുന്ന ക്ഷേത്രപ്രതിഷ്ഠകളും കോലാഹലങ്ങളുമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ലളിതമായിട്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ തപശക്തി കൊണ്ട് നമുക്കൊരു ക്ഷേത്രം പണിത് തന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ ഇപ്പോഴും പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണോ വേറെ സന്യാസിയാണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ആ ക്ഷേത്രം പ്രതിഷ്ഠിച്ച് തന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ആരിലും പിറകിലല്ല, എല്ലാവർക്കും സമമാണ് എന്ന സത്യം തന്നെയാണ്. അന്നത്തെ ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠ നടത്തുവാൻ അവകാശമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി തന്നിട്ട് നമ്മുടെ ശിവനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചത് എന്ന് പറയാൻ കാണിച്ച ആ ചങ്കൂറ്റമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്ന ആ സന്ദേശത്തെ, ആ ദർശനത്തെ നെഞ്ചിലേറ്റി നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.